ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയാണ് വിശേഷം? മുത്തുമണികളെ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഞാൻ 2-3 ദിവസമായിട്ട് വ്ളോഗൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് വന്നതൊരു മിനി വ്ളോഗാണ് കേട്ടോ. ചെറിയൊരു വ്ളോഗായിട്ടാണ് ഇന്ന് വന്നത്. വേറെ ഒന്നുമില്ല, നമുക്ക് കണ്ടൻറ്റ് അങ്ങോട്ട് കിട്ടുന്നില്ല. വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിലും കണ്ടൻറ്റ് കിട്ടണ്ടേ. കണ്ടൻറ്റ് കിട്ടാത്ത കാരണം കൊണ്ടാണ് കേട്ടോ. ഇന്നിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും ഇന്നിപ്പോൾ വീഡിയോ ഇടാനായിട്ടൊന്നുമില്ല. അപ്പോൾ മുമ്പ് എടുത്ത് വെച്ചൊരു വീഡിയോ ആയിരുന്നു 2 ദിവസം മുമ്പ് കേട്ടോ. ക്രിസ്മസ് കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ അതും കൂടി ഇടാലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ മിനി ബ്ലോഗ് എന്ന് പറയുന്നത് രാവിലെ തന്നെ ഇതേ പുട്ടും പഴമാണ്. അപ്പോൾ പുട്ടുപൊടി ഞാൻ ഉപ്പൊക്കെ ഇട്ടങ്ങോട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 20 മിനിറ്റ് കഴിയട്ടെ, നമുക്ക് ബാക്കി എന്നിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിതവിടെ രാവിലെ നാളികേരമൊക്കെ ഒന്ന് ചിരവി എടുത്തിട്ടുണ്ട് കുട്ടനുള്ളത് കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. തുടർന്ന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് ഞാൻ ഫോണിൽ നിന്ന് കുറേ വീഡിയോസ് ഡിലീറ്റ് ആക്കിയ കൂട്ടത്തിൽ 2-3 ഭാഗങ്ങൾ ഡിലീറ്റ് ആയിട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും അത് വേണ്ട വെച്ചിട്ട് അങ്ങനെ വീഡിയോ ഇടാതെ പോയതാണ്. പിന്നെ നമുക്ക് എന്താ പറയുക, കണ്ടൻറ്റ് മെയിൻ കാര്യമാണല്ലോ വീഡിയോയിൽ. അപ്പോൾ ആ കണ്ടൻറ്റ് കൂടെ കിട്ടാത്ത കാരണം കൊണ്ട് അങ്ങനെ പോയതാണ് കേട്ടോ. അങ്ങനെ പുട്ടിനുള്ള പൊടിയൊക്കെ ഒന്ന് ഞാൻ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നിങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ആവശ്യത്തിന് ഉണ്ടായിരുന്നു കേട്ടോ പുട്ടിൽ. അങ്ങനെ പുട്ടും കുറ്റിയിലേക്ക് ഞാൻ നാളികേരം ഇട്ട് കൊടുത്തു. പിന്നെ പുട്ടിട്ടു നാളികേരം ഇട്ട് അങ്ങനെ രണ്ടും മാറി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ചിക്കൻ കറി ഉണ്ട് കേട്ടോ. അത് നമ്മൾ ക്രിസ്മസിൻ്റെ അന്ന് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ചൂടാക്കി എടുക്കാൻ വെച്ചു. ഇവർക്ക് എന്തായാലും പുട്ടും പഴം നിർബന്ധമാണ്. അതേപോലെ നൂലപ്പം ഉണ്ടാക്കണം, നാളികേരപ്പാലും നിർബന്ധമാണ്. അതുപോലെ തന്നെയാണ് ഇത് പുട്ടും പഴം ഇവർക്ക് എന്തായാലും വേണം. ദിലൂനും എനിക്കും കറി മതി കേട്ടോ. ദിലൂന് പുട്ടിൻ്റെ കൂടെ പഴം കഴിക്കാനായിട്ട് അങ്ങനെ വലിയ താല്പര്യമില്ലാത്ത ആളാണ് കേട്ടോ. അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ആയി വരട്ടെ. അപ്പോഴേക്കും ഏകദേശം ആയി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ പഴയ പുട്ടും കുറ്റി ആയ കാരണം 2 അടിയൊക്കെ കൊടുത്താൽ കേട്ടോ അതിങ്ങോട്ട് എടുക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അതിങ്ങോട്ട് പോരില്ല. അത് എന്ന് പുട്ടുണ്ടാക്കണമെങ്കിൽ 2 അടി കിട്ടിയാൽ അതിനൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും കൂടി ആക്കിയിട്ട് അങ്ങോട്ട് അടുപ്പത്ത് വെക്കാം കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരു മധുരക്കിഴങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവരൊന്ന് കാണണേ. അവിടെ മധുരക്കിഴങ്ങ് വെച്ചിട്ടൊരു ഷെയ്ക്ക്. അപ്പോൾ ഞാനത് ആദ്യമായിട്ട് ട്രൈ ചെയ്തതായിരുന്നു. ആ ട്രൈ ചെയ്ത സമയത്ത് തന്നെ ഞാൻ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കത് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം, എന്നിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാമല്ലോ വെച്ചിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ മധുരക്കിഴങ്ങ് ഭയങ്കര കുറവായിരുന്നു. പിന്നെ ഇവിടെ അടിയായിരുന്നു കേട്ടോ. ഒരു ഗ്ലാസ് ജ്യൂസാണ്, ഷെയ്ക്കാണ് എനിക്ക് കിട്ടിയുള്ളൂ. പൊരിഞ്ഞ അടിയായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് കുടിച്ചു. ഒരു ഗ്ലാസ്സല്ല, ഒരു 1.5 ഗ്ലാസ് ഉണ്ടാവും. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് കുടിച്ചു. ഇനി മേടിക്കുമ്പോൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഞാനിനി എങ്ങനെയാണെന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് അപ്ലോഡ് ചെയ്തത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ മധുരക്കിഴങ്ങ് കൊണ്ട് ഷേക്ക് ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ പാല് നല്ല കട്ടയൊക്കെ ആവുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല രീതിയിൽ കിട്ടും. പക്ഷെ ഞാനിവിടെ എല്ലാവർക്കും ചുമയും ജലദോഷമൊക്കെ ഒന്ന് മാറി വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പാലങ്ങോട്ട് കട്ടയാക്കാതെ വെച്ചത് കേട്ടോ. പിന്നെ പുട്ട് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിസ്മസിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണെന്ന്. അപ്പോൾ അതിൽ കുറച്ച് ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങോട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. സാധാരണ ഞാൻ ചിക്കൻ പകുതി ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാറുണ്ട്. ഇത് എടുത്ത് വെച്ചെങ്കിലും ഈ പ്രാവശ്യം കിട്ടിയ ചിക്കൻ ഭയങ്കര വലിപ്പമുള്ള ചിക്കനായിരുന്നു. ഇപ്പോൾ ചെറുതൊന്നും ഉണ്ടായിരുന്നില്ല മേടിക്കാൻ ചെന്ന സമയത്ത്. ഞാൻ 2-3 കടയിൽ പോയപ്പോൾ ആ കടയൊക്കെ അടിച്ചപ്പോഴേക്കാം പിന്നെ ഒരു കടയിലാണെന്നുണ്ടെങ്കിൽ വലിയ ചിക്കനുള്ളൂ, ചെറുതില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങളിവിടെ സ്ഥിരം കൊണ്ടുവരുന്നവരൊന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ അവർ കൊണ്ടുവന്നതും വലുത് തന്നെയായിരുന്നു കേട്ടോ. വിചാരിച്ച എന്തായാലും മക്കൾക്ക് ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുക, പൊരിച്ചൊക്കെ കൊടുക്കാമല്ലോ വെച്ചിട്ട് അങ്ങനെ അത്യാവശ്യം കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 ദിവസത്തേക്ക് കറി ആയാലും അത് ചൂടാക്കാമല്ലോ വെച്ചിട്ട് അങ്ങനെ കുറച്ചധികം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചിക്കനാണ് ഇതിപ്പോൾ. പിന്നെ കുറച്ച് ഇനിയിപ്പോൾ വേറെ ഇരിക്കുന്നുണ്ട്, ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ബീഫും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ബീഫ് അങ്ങനെ പാത്തൂസ് കഴിക്കില്ല. സുഡാപ്പിക്ക് ഇഷ്ടമാണ്. പാത്തൂസിനും ദിലൂനും വലിയ താല്പര്യമില്ല കേട്ടോ. ചില സമയത്ത് കഴിക്കും, ചില സമയത്ത് കഴിക്കില്ല. പാത്തൂസ് തീരെ കഴിക്കില്ല കേട്ടോ. 2 കടി അടിച്ചിട്ട് അവിടെ വെക്കും കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ ബീഫ് ഞാൻ എനിക്കായിട്ട് മേടിച്ചതാണ് കേട്ടോ. ഒക്കെ പറഞ്ഞു ബീഫ് കുറേ നാളായി മേടിച്ചിട്ട്. അപ്പോൾ ഇവിടെ ബീഫ് ഉള്ളപ്പോൾ ഒരു ദിവസം ചിക്കനാണെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു ദിവസമാണ് ചിക്കനും ബീഫും മേടിക്കുക. അപ്പോൾ ഒരാഴ്ച ചിക്കനാണെങ്കിൽ ഒരാഴ്ചത്തേക്കല്ല, ഒരാഴ്ചയിൽ ഒരു ദിവസം ഞായറാഴ്ച ദിവസമാണ് ചിക്കൻ മേടിക്കുന്നത്. അങ്ങനെയാണ് മാറ്റിയിട്ട് മേടിക്കാറില്ല. അപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ മേടിക്കാറില്ല. അപ്പോൾ എന്തായാലും മേടിച്ചതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ 1 കിലോ ബീഫ് മേടിച്ചതാണ്. അപ്പോൾ അത് ഞാൻ ക്രിസ്മസിൻ്റെ തലേദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി കുറച്ച് ബീഫും കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നാളേക്കായിട്ട് ഉമ്മ വരും. നാളെ അല്ല കേട്ടോ, ഇന്നാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയോട് കൂടി ഉമ്മ എത്തും. അപ്പം ബീഫും കായും വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്.
അധികം ബീഫൊന്നും ഇല്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ബീഫൊക്കെ വരുമ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങോ അല്ലെങ്കിൽ കായൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ചെടിക്കൊക്കെ വെള്ളം കൊടുത്തിട്ട് കുറച്ച് ദിവസമായിട്ട് കുറേയൊക്കെ ഉണങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് നനച്ചെടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.